സ്വാതിക്ക് ബോധം തെളിഞ്ഞോ? മനുവിന് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇഞ്ചക്ട് ചെയ്ത പോയിസൺ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും സ്വാതി തിരിച്ചു വരും. മെഡിക്കൽ ടീം പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തില. ആരും കാണാതെ പോയ ബോട്ടിൽ കണ്ടെത്തിക്കൊണ്ടുവന്നത് അമ്മുവാ. സത്യത്തിൽ സ്വാതിക്ക് വേണ്ടി ജനിച്ച പെണ്ണ് തന്നെയവള്. മോള് വരാൻ വേണ്ടി കാത്തിരുന്നത് ഞാൻ. എന്ത് ദിനേശേട്ടാ, ഇത് ചേച്ചിയുടെ ഫോണല്ലേ? ഞാനിത് അച്ഛനെ ഏൽപ്പിച്ചതാണല്ലോ. രാവിലെ രാജുവിന്റെ കയ്യിൽ സഞ്ജു കൊടുത്തു വിട്ടതാ. ആ, അന്ന് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നേരത്ത് ശ്രീകുട്ടിക്ക് ഒരു കോൾ വന്നില്ലേ? അത് ആരാ വിളിച്ചതെന്ന് അമ്മുനറിയോ? അറിഞ്ഞാലേ നീ ഞെട്ടും. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. അയാൾ എന്തിനു ചേച്ചിയുടെ ഫോണിൽ വിളിക്കണം? ശ്രീകുട്ടി ഇവിടെ കിടന്ന് നിന്റെ ഭർത്താവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. അതിന് കണ്ടെത്തിയ മാർഗമാ ഡിറ്റക്റ്റീവ്. രണ്ടാമത് അയാൾ വിളിച്ചപ്പോൾ ഭാഗ്യത്തിന് പ്രബേട്ടന ഫോൺ എടുത്തത്. ഫോൺ സഞ്ജുവിന് അപ്പോഴേ കൈമാറി. ആ ഡിറ്റക്റ്റീവ് ചിലതൊക്കെ മനസ്സിലാക്കിയിട്ടാ സ്വാതിയെ വിളിച്ചത്. സഞ്ജു ആണെങ്കിലോ അയാളുടെ നമ്പർ അപ്പോഴേ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. വീണ്ടും മറ്റേതെങ്കിലും ഫോണിൽ നിന്ന് വിളിച്ചാ നമുക്ക് മറുപടി കൊടുത്തല്ലേ പറ്റൂ. ഇനി വിളിച്ച ശ്രീകുട്ടിയാണെന്ന് പറഞ്ഞ് അമ്മു സംസാരിക്കണം. ഒരാളെ അങ്ങോട്ട് അയക്കാമെന്നും പറയണം. ഞാനേ അയാളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിലാക്കാം. സ്വാതി തിരിച്ചെത്തുന്നതിന് മുമ്പ് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി എനിക്ക് ഹോസ്പിറ്റലിലേക്കൊന്ന് പോണം. ഞാൻ കാറിന്റെ കീ എടുത്തിട്ട് വരാം. ഹലോ. ഹലോ, സ്വാതി അല്ലേ? അതെ, ഞാൻ അഡ്വക്കേറ്റ് ശർമാജിയാ. മാണിക്യമംഗലത്തെ കാര്യങ്ങൾ ചോദിച്ച് സ്വാതി എന്നെ കാണാൻ വന്നിരുന്നില്ലേ? ആ വന്നിരുന്നു. ആ തറവാട് വാങ്ങാൻ വേണ്ടി ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നിരുന്നു. ദക്ഷ എന്നാ ഒരു പേര് പറഞ്ഞത്. ഹലോ, സ്വാതി കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. മഹാദേവൻ തമ്പിയുടെ മകൾ ഗൗരി നന്ദനയ്ക്ക് വേണ്ടിയാണത്രേ അവർ വന്നിരിക്കുന്നത്. യഥാർത്ഥ അവകാശി വന്നാൽ അവർക്കത് സൗജന്യമായി കൊടുക്കുമെന്ന കാര്യം ഞാൻ പറഞ്ഞു. മംഗലശ്ശേരിക്കാരുടെ ഔദാര്യം അവർക്ക് വേണ്ടത്രേ. അല്ല, വന്നിരിക്കുന്നത് ഗൗരി നന്ദനയോ അതോ ദക്ഷയോ? ദക്ഷ. ഗൗരി നന്ദന ആ സ്ത്രീയുടെ സംരക്ഷണയിലാണത്രേ. രജിസ്ട്രേഷൻ സമയത്ത് ഗൗരി നന്ദന രംഗത്ത് വരുമെന്ന് ആ സ്ത്രീ ഉറപ്പു പറയുന്നു. ആ പിന്നെ വില മംഗലശ്ശേരിക്കാർക്ക് നിശ്ചയിക്കാമത്രേ. സഞ്ജു ടൂറിലോ മറ്റോ ആണോ? ഞാൻ പലതവണ ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല. ഞാൻ പറഞ്ഞേക്കാം സർ. സഞ്ജുവിനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. ഓക്കെ സർ. മോൾക്കറിയാലോ, ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. മുകുന്ദന്റെ ആഗ്രഹമായിരുന്നു ആ വീടിന്റെ അവകാശി വന്നാൽ മടക്കി കൊടുക്കണമെന്നത്. ആ സ്ത്രീ പറഞ്ഞതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. ഭൂമി കൈക്കലാക്കാനുള്ള നമ്പറാണോന്നും സംശയമുണ്ട്. ഞാൻ പറയാം സർ. ശരി മോളെ. വക്കീലിന്റെ മുന്നിൽ ദക്ഷ സ്വന്തം പേര് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. തറവാട് തിരിച്ചുപിടിക്കുകയാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ ദക്ഷ ഈ മണ്ണിൽ വേര് പിടിക്കാൻ പാടില്ല. അതിനൊരു സാഹചര്യവും ഉണ്ടാക്കി കൊടുത്തുകൂടാ. ആ തറവാട് മംഗലശ്ശേരിയുടേതാ. ദിനേശേട്ടാ,
എനിക്ക് ഉടനെ ഒരു സ്ഥലം വരെ പോണം. ദിനേശേട്ടൻ എന്റെ കൂടെ വാ. എവിടെയാ മോളെ? അതൊക്കെ ഞാൻ പറയാം ദിനേശേട്ടാ, വാ. ദിനേശൻ എവിടെ കാവേരി? ഇവിടെ ഉണ്ടോ അതോ ഹോസ്പിറ്റലിൽ പോയോ? ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയ നേരത്താ ധൃതി പിടിച്ച് എന്തോ പറഞ്ഞ് അമ്മ ദിനേശേട്ടനെയും കൂട്ടി എങ്ങോട്ടോ പോയത്. അതിന് അമ്മു ക്ഷേത്രത്തിലേക്കല്ലേ പോയത്? അപ്പോ അവള് ക്ഷേത്രത്തിൽ നിന്ന് വന്നത് ശ്രീദേവി അടുത്ത് അറിഞ്ഞില്ലേ? ഇല്ല, അവള് പ്രസാദം തരാനെങ്കിലും എന്റെ അടുത്തേക്ക് വരേണ്ടതാ. അതുപോലും ഉണ്ടായില്ല. ദിനേശ ഹോസ്പിറ്റലിലേക്കാണെന്നറിഞ്ഞ് അവള് കൂടെ പോയതാ. അതിലിനി ഒരു സംശയം ആർക്കും വേണ്ട. അമ്മു ഹോസ്പിറ്റലിലേക്ക് പോവില്ലെന്ന് എന്നോട് പറഞ്ഞതാ. അവൾ അങ്ങോട്ട് ചെല്ലുന്നതിൽ സഞ്ജുന് താല്പര്യമില്ലെന്നുള്ള കാര്യം അവൾക്കറിയാം. പിന്നെ ദിനേശന്റെ കൂടെ അവൾ എവിടെ പോവാനാ? അമ്മ പോവില്ലമ്മേ, അങ്ങനൊരു സംശയം ആർക്കും വേണ്ട. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താ അവൾ ഓരോ കാര്യങ്ങൾ കാണുന്നേ. മൊത്തത്തിൽ അമ്മൂനൊരു മാറ്റം വന്നതുപോലെയാ എനിക്ക് തോന്നുന്നേ. ഇവൾ എന്തൊക്കെയായി പറയുന്നേ? മാറ്റം വന്നിട്ടാണോ ക്ഷേത്രത്തിൽ പോയി കയ്യിൽ കർപ്പൂരം കത്തിക്കുകയും ശയനപ്രദക്ഷിണവും ചെയ്തതും ഒക്കെ? എല്ലാം ശ്രീകുട്ടിക്ക് വേണ്ടി തന്നെയാ. ശ്രീകുട്ടി അപകടനില തരണം ചെയ്തതോടെ അവളെക്കുറിച്ചുള്ള ഉത്കണ്ഠ അമ്മുന്റെ മനസ്സിൽ നിന്ന് പോയി. വീണ്ടും സങ്കടപ്പെട്ടിരിക്കാനല്ല അവൾ ശ്രമിക്കുന്നത്. ഈ കുടുംബത്തിൽ ഇനിയൊരു ആപത്തും വരാതിരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക അവള്. അതിന് ദിനേശേട്ടന്റെ കൂട്ടുമുണ്ട്. എന്താണ് അവരുടെ നീക്കമെന്ന് ദിനേശേട്ടനൊന്നും വിട്ടു പറയുന്നുമില്ല. നീ ഗൗരവത്തോടെയാണോ സംസാരിക്കുന്നത്? നീ പറഞ്ഞ വിഷയം നമ്മളെ ബാധിക്കുന്നത്? അതെ അച്ഛാ. കാവേരി പറയുന്നതിൽ സത്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നത്. അമ്മുവിന്റെ വാക്കിലും പെരുമാറ്റത്തിലും ചില മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ശ്രീകുട്ടിയെ കാണാൻ പോവില്ലെന്ന് അവള് തീരുമാനമെടുത്തത് കാഞ്ചനെ ഉദ്ദേശിച്ചൊന്നും അല്ല. ആ സ്ത്രീ ആരാണെന്ന് അറിയാനുള്ള ശ്രമത്തിലെ അമ്മു. അതിന് ദിനേശനും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. വലിയ ആപത്തിലേക്ക് അവൾ പോകുന്നത്. അമ്മുവിന്റെ മനസ്സിൽ ചില ധാരണകളുണ്ട്. അതിന്റെ പിന്നാലെ അവൾ നടക്കുന്നത്. അവൾക്ക് ഇതിന്റെ ഒരു ആവശ്യമില്ല. അച്ഛനും എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ പറയണം. നമ്മുടെ കുട്ടികളുടെ ജീവനെ ഓർത്തിട്ടെങ്കിലും. കാഞ്ചനെ പോലെ ശ്രീദേവിയും അങ്ങനെ പറയുകയാണ്. ഇല്ല, ഈ കുടുംബത്തോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അത് മാണിക്യമംഗലംകാർക്ക് മാത്രമാ. പിന്നെ ആ കുടുംബത്തിന്ന് പകവായിട്ട് വരാൻ ഇപ്പോൾ ആരുമില്ല. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. വീണ്ടും അതിന്റെ വഴിക്ക് അമ്മ പോയിരിക്കുന്നത്. അവിടുന്ന് ഇവിടുന്നും കേട്ട കാര്യങ്ങൾ അവളെന്നോട് വന്ന് ചോദിക്കുകയും ചെയ്തു. ദിനേശനെയും കൂട്ടി അവള് പോയിരിക്കുന്നത് വീണ്ടും ആ വഴിക്കാ. ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ പോയിട്ട് അവരെന്ത് ചെയ്യാനാ? മംഗലശ്ശേരിയിലെ ആൾക്കാർ അവിടെ കയറി ഇറങ്ങുന്നത് നാട്ടുകാരെ കൊണ്ട് പഴയതൊക്കെ ഓർമ്മപ്പെടുത്താനേ ഉപകരിക്കൂ. അമ്മുവിനെ ഇതിൽ നിന്ന് വിലക്കണം. അവൾക്ക് ഈ കുടുംബവുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടാവും അമ്മേ. ഈ ജന്മത്തിലല്ലെങ്കിൽ മുജ്ജന്മത്തിൽ. അല്ലെങ്കിൽ ഒരു പെണ്ണൊരു കുടുംബത്തിന് വേണ്ടി ജീവൻ പോലും കളയാൻ നിൽക്കൂ? ദിനേശേട്ടനെ മാറ്റിയെടുക്കാൻ ഇവിടെ ആർക്കെങ്കിലും കഴിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചിരുന്നോ? പക്ഷേ അമ്മൂനത് കഴിഞ്ഞു. അമ്മൂന്റെ നാട്ടിൽ പോയവളാ ഞാൻ. അവളെപ്പറ്റി നാട്ടുകാർ പറഞ്ഞതിലൊന്നും കള്ളവില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഈ വരുന്ന ആപത്തുകളൊക്കെ തട്ടിമാറി പോകുന്നത് അമ്മ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാ.
ദിനേശേട്ടാ കുറച്ചുകൂടി റൈറ്റ്. ഇത് മതിയോ? മതി മതി മതി. എന്തിനാ അമ്മു ഇതൊക്കെ? കാര്യമുണ്ട് ദിനേശേട്ടാ. ഈ വീട് കണ്ട് ആരും കൊതിക്കണ്ട. മംഗലശ്ശേരിക്കാർ ഇത് വിൽക്കാനും ഉദ്ദേശിക്കുന്നില്ല. എന്നാ ഇനി പൊയ്ക്കൂടെ? ദിനേശേട്ടൻ വാ. എവിടേക്കാ മോളെ നമ്മളീ പോകുന്നേ? ദിനേശേട്ടൻ പേടിക്കാതൊന്നു വാ. ഇവിടെയാണോ നിങ്ങൾ മുമ്പ് ഒന്ന് വിളക്ക് വെച്ചത്? അതെ, ഇതിന്റെ അവകാശം മംഗലശ്ശേരിക്കാ. അറിയോ ഓക്കെ? ഞാൻ എവിടെയാ? ഇത് ഹോസ്പിറ്റലാ. എനിക്കെന്താ പറ്റിയേ? നത്തിങ്. സ്വാതിക്കൊരു മയക്കം പോലെ വന്നു. മരുന്നിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് സംഭവിച്ചതാ. സ്വാതി ഓർക്കുന്നുണ്ടോ? കമോൺ.
വീട്ടില് ഒരു ഡോക്ടർ വന്നു. യെസ്, പറയൂ. ആ ഡോക്ടർ എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നു. പിന്നെ പിന്നെ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. അത്രേ സംഭവിച്ചിട്ടുള്ളൂ? ഇപ്പൊ സ്വാതി ഓക്കെ ആയിട്ടുണ്ട്. എനിക്ക് അച്ഛനെ അമ്മയൊന്ന് കാണണം. അതിനെന്താ, അവര് പുറത്ത് കാത്തിരിക്കല്ലേ. സിസ്റ്റർ, അവരെ കൂട്ടിക്കൊണ്ടുവരൂ. ആ ശരി ഡോക്ടർ. ആ ചെല്ല്. ക്ഷീണം തോന്നുന്നുണ്ടല്ലേ? ഫുഡ് കഴിച്ചു തുടങ്ങുമ്പോൾ അതൊക്കെ മാറിക്കൊള്ളും. ആ കൈയൊന്ന് ഉയർത്തിയേ. ഇനി ആ കൈയും കൂടി ഒന്ന് ഉയർത്തിയേ. ഇപ്പോ നോ പ്രോബ്ലം. കാലിന്റെ പ്ലാസ്റ്റർ എപ്പോഴാണ് ഡോക്ടർ മാറ്റുന്നത്? എത്രയും പെട്ടെന്ന് മാറ്റാം. പ്ലാസ്റ്റർ മാറ്റിയിട്ട് ഇവിടെ നിന്ന് പോകാം. പക്ഷേ ഉടനെ നടന്നു തുടങ്ങാമെന്ന് കരുതണ്ട. കുറച്ച് ദിവസം ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും. അത് ദിവസം വന്ന് ചെയ്താൽ മതി. അതിന്റെ കാര്യങ്ങളൊക്കെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു തരും. ഡോക്ടർ, നൗ ഷീ ഈസ് ഓൾ റൈറ്റ്. താങ്ക് യു ഡോക്ടർ. അമ്മേ, അച്ഛാ, സഞ്ജു, എന്താ എനിക്ക് ശരിക്കും സംഭവിച്ചേ? ആ ഡോക്ടർ നിനക്ക് തന്ന മരുന്ന് ചെറുതായിട്ട് ഇൻഫെക്റ്റഡ് ആയി. അതിന്റെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഇനി പേടിക്കാനൊന്നുമില്ല. എങ്കില് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൂടെ? അച്ഛാ, ഇനിയും ഞാൻ ഇവിടെ കിടക്കണോ? മോളെ, ഇന്നലെയാ മോളെ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇന്നാ എന്റെ മോള് കണ്ണൊന്ന് തുറന്നത്. ഇങ്ങനെ അമ്മ അച്ഛനെ വിഷമിപ്പിക്കല്ലേ മോളെ. എന്നെ ഇന്നലെ ഇവിടെ കൊണ്ടുവന്നതാണോ? അറിയച്ച. എന്തിനാ വല്യപ്പിച്ച് ഇതൊക്കെ ഇവളോട് പറയാൻ പോയത്? എനിക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആരും ഇത് പറയാത്തത്. അമ്മയുടെ പൊന്നുമോക്കൊന്നുമില്ല. എന്തിനാ ദൈവം എന്നെ ഇങ്ങനെ വിടാതെ വേദനിപ്പിക്കുന്നത്? എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. എനിക്കൊന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റുന്നില്ല. എന്നൊന്ന് വീട്ടിലേക്ക് കൊണ്ടുപോ അച്ഛ. അതെ, വൈകിട്ട് റൂമിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ തൽക്കാലം ഒന്ന് പുറത്തേക്ക് നിൽക്കൂ. മോള് സങ്കടപ്പെടാതെ കിടക്ക്. റൂമിൽ വന്നിട്ട് നമുക്ക് കാണാം. ഞങ്ങളെല്ലാരും പുറത്തു തന്നെ ഉണ്ട്. കാഞ്ചനെ, പുറത്തേക്ക് വാ. കാഞ്ചനെ, വെറുതെ മോളെ ഇങ്ങനെ കരയിപ്പിക്കാം. എന്റെ കുഞ്ഞ്